ഹൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് തന്നെ അമേരിക്കയുടെ ശ്രദ്ധ മുഴുവനായിട്ടും റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നിന്ന് മാറിയിട്ട് മറ്റു ഭാഗത്തോട്ട് എക്സ്പാൻഡ് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഈ ഒരു ക്വാഡ് മീറ്റിങ്ങിൻ്റെ ഒരു ഇൻ പ്രസൻസ് മീറ്റിംഗ് ഇന്ന് ജപ്പാനിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ മീറ്റിങ്ങിന് വളരെയധികം സവിശേഷതയുണ്ട്. പക്ഷേ ആ മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് തന്നെ അമേരിക്ക ഇന്ത്യയെ ഒന്ന് പേടിപ്പിച്ച് നോക്കാനായിട്ട്, ഇന്ത്യ റഷ്യയുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെട്ടാലോ റഷ്യയുമായിട്ട് സഹകരിച്ചാലോ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുമെന്ന രീതിയിലുള്ള പല വാർണിങ്സ് നൽകിയിട്ട് ഇങ്ങനെ വാർണിങ്സ് നൽകുമെന്ന രീതിയിലുള്ള ഒരു ഭീതി ജനിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ അത് പ്രാവർത്തികമാകുന്നില്ല. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാതെ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അതിന് ബദലായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് തരാനായിട്ട് അമേരിക്ക ആരംഭിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്ക എന്തിനു വേണ്ടിയാണ് ഇന്ത്യയെ കൂട്ടുപിടിച്ചത്, ആ ഒരു കാര്യം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ക്വാഡ് ഗ്രൂപ്പ് ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ ഈ 4 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഇന്തോ പസഫിക് മേഖലയിൽ കൂടുതൽ ശക്തമായ ഒരു കൂട്ടുകെട്ട് രൂപീകരിച്ചൊരു സംഘടനയാണ് ക്വാഡ് എന്ന് പറയുന്നത്. സോ ക്വാഡ് ഗ്രൂപ്പിൽ പിന്നീട് പല രാജ്യങ്ങളെയും ചേർത്തിക്കൊണ്ട് ഇതിനെ ക്വാഡ് പ്ലസ് ഗ്രൂപ്പായിട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അമേരിക്ക പല കാര്യങ്ങൾ നിർദ്ദേശിച്ചാണ്. പക്ഷേ ഇന്ന് ആ നിർദ്ദേശങ്ങൾ ശരിവെക്കാനായിട്ട്, അമേരിക്ക പറഞ്ഞ ഒരു ഓപ്ഷൻസ് എല്ലാം തന്നെ അവർ പ്രാവർത്തികമാക്കാനായിട്ട് കൂടുതലായി ഇന്തോ പസഫിക് മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്ന് റഷ്യ യുക്രൈൻ സംഘർഷത്തിന് അത്ര ഇമ്പോർട്ടൻസ് നൽകേണ്ടതില്ല എന്നൊരു തോന്നലാണ് അമേരിക്ക എത്തിയിരിക്കുന്നത്. കാരണം അതിൽ അമേരിക്കയ്ക്ക് അവർ യുക്രൈനെ സഹായിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകണം. അങ്ങനെ അമേരിക്കയ്ക്കുള്ള ഒരു സാമ്പത്തിക നഷ്ടം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. പക്ഷെ അവർക്ക് ഒരു നേട്ടവുമില്ല. സോ അമേരിക്ക എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആ ഒരു ബിസിനസ് മൈൻഡാണ് എല്ലാ സമയത്തും കീപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇന്ന് അവർ ഒരു ഭാഗത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ, ഒരു ഭാഗത്ത് അവരുടെ കാശ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് എങ്ങനെ നേട്ടം സ്വന്തമാക്കാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ക്വാഡ് ഗ്രൂപ്പിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ആദ്യഘട്ട നീക്കമായിട്ട് പുതിയൊരു ഗ്രൂപ്പിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഗ്രൂപ്പ് എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഇന്തോ പസഫിക് എക്കോണമിക് ഫോറം എന്നാണ്. IPEF എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം, ഇതിൻ്റെ ഷോർട്ട് നെയിം. സോ ഇന്തോ പസഫിക് എക്കോണമിക് ഫോറം എന്ന് പറയുന്നത് ഇന്തോ പസഫിക് മേഖലയിലുള്ള ഇന്ത്യ ഉൾപ്പെടുന്ന 13 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ആ ഒരു 13 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഇതിനെ അമേരിക്ക അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിൽ ട്രേഡ്, അവർ തമ്മിൽ കച്ചവടം നടപ്പാക്കുമ്പോൾ അവർ തമ്മിലുള്ള ഈ ഇറക്കുമതി കയറ്റുമതി അതിനെല്ലാം തന്നെ വളരെ സുതാര്യമായിട്ടും വളരെ ഫാസ്റ്റായിട്ടും പ്ലസ് ഇവർക്ക് ഇടയിൽ തന്നെ ചില ടാക്സിലുള്ള റിഡംഷനൊക്കെ നൽകിക്കൊണ്ട് ടാക്സ് ഇളവും ബാക്കിയുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ട് കൂടുതൽ ഒരു ലാഭത്തോടു കൂടി കച്ചവടം നടപ്പാക്കുക എന്ന നീക്കമാണ് അമേരിക്ക നടപ്പാക്കിയത്. പക്ഷേ ഈ നീക്കത്തിൻ്റെ പിറകിലുള്ള ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്ക പണ്ട് ചൈനയുമായിട്ട് സഹകരിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇതിനെ പിന്നീട് അമേരിക്ക ഇതിൽ സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കും, അതിൽ നിന്ന് അമേരിക്ക ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അന്ന് ഈ ഒരു RECP എന്നൊക്കെ പറയുന്നൊരു ഗ്രൂപ്പ് ഈ റീജിയണലായിട്ടുള്ള എക്കോണമിക് കോഓപ്പറേഷന് വേണ്ടിയിട്ട് വലിയ തോതിൽ പ്രവർത്തിച്ചായിരുന്നു. പക്ഷേ ആ ഗ്രൂപ്പിൽ വലിയ ബെനിഫിറ്റ് സ്വന്തമാക്കിയത് ചൈന മാത്രമാണ്. കാരണം ചൈനയാണ് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഗ്രൂപ്പിൽ അംഗമായിരിക്കുന്ന ആസിയാൻ എന്ന് പറയുന്ന അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസും പ്ലസ് ചൈന, പിന്നെ ഏഷ്യയിലുള്ള ബാക്കി കൺട്രീസ്, ഇന്ത്യ എല്ലാം തന്നെ ആദ്യം ഈ RECP എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അംഗമായിരുന്നു. സോ അങ്ങനെ അംഗമായ സമയത്ത് അമേരിക്കയും അതിൽ അംഗമാകാൻ ശ്രമിച്ചു. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിനുള്ളിൽ തന്നെ കച്ചവടം നടപ്പാക്കുന്നു. അവർ തമ്മിൽ കച്ചവടം നടപ്പാക്കുമ്പോൾ ഇപ്പോൾ ചൈനീസ് പ്രോഡക്റ്റ്സ് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യ അതിന് ടാക്സ് അത്ര ഈടാക്കില്ല. സോ അങ്ങനെ ഒരു ടാക്സ് ഫ്രീ ആയിട്ട് തന്നെ കച്ചവടം നടപ്പാക്കാൻ പറ്റുമെന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാന ഒരു ലക്ഷ്യമായിട്ട് കണക്കാക്കിയത്. പക്ഷേ 2019 ഇന്ത്യയും പറഞ്ഞു ഇതിൽ ഇന്ത്യക്ക് നേട്ടമില്ല, ചൈനയ്ക്ക് മാത്രം നേട്ടമുള്ളൂ എന്നും, അതുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രൂപ്പുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞ് അതിൽ ക്വിറ്റ് ചെയ്തു. അതിന് മുമ്പ് തന്നെ അമേരിക്ക ക്വിറ്റ് ചെയ്തിട്ട് അവർ മറ്റൊരു ഗ്രൂപ്പിനെ ഫോം ചെയ്തു, CPPP എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഫോം ചെയ്തു. സോ അതിന് പിന്നീട് ട്രാൻസ് പസഫിക് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി ഗ്രൂപ്പാക്കി മാറ്റാനായിട്ട് അതിന് വീണ്ടും എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ മുൻപത്തെ ഭരണാധികാരി ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടപ്പാക്കി. പക്ഷേ ആ പ്രഖ്യാപനമെല്ലാം തന്നെ അത്ര എഫക്റ്റീവായിട്ട് അമേരിക്ക കൊണ്ടുപോകാൻ സാധിച്ചില്ല. കാരണം അവർക്ക് ഒരു റീജിയണലിലുള്ള ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സൈഡിലുള്ള വിയറ്റ്നാം, കംബോഡിയ തുടങ്ങിയ ഇന്ന് പ്രധാനപ്പെട്ട മേജർ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറുന്ന രാജ്യങ്ങളെ അവരെ കൂടെ നിർത്താനായിട്ട് സാധ്യമായില്ല. കാരണം അതിന് പല ഫാക്ടേഴ്സ് അവർക്ക് പ്രശ്നമായിട്ട് വന്നു. സോ അതിനൊക്കെ മാറ്റി വെക്കാനായിട്ടാണ് പുതിയ ഈ ഒരു ഗ്രൂപ്പിന്, ഈ ഒരു ഇന്തോ പസഫിക് എക്കോണമിക് ഫോറം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്കോണമിക് ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ രൂപീകരിക്കാനായിട്ട് അമേരിക്ക ശ്രമിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഗ്രൂപ്പ് തീർച്ചയായിട്ടും വലിയൊരു നേട്ടവും പ്ലസ് അതിനോടൊപ്പം തന്നെ വലിയ തോതിലുള്ളൊരു ഇവർക്ക് തമ്മിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ പരസ്പരം സഹകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമായിട്ട് മാറും. അമേരിക്ക തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നേട്ടം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. സോ ഇന്ത്യ കൃത്യമായിട്ട് ഇവിടെ
നിലയുറപ്പിക്കുമോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലേഷൻ പോലത്തെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട്, ഇന്ത്യയിലെ വിലക്കയറ്റും സാമ്പത്തിക പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പരിധിവരെങ്കിലും ഈ ഒരു പുതിയ ഗ്രൂപ്പ് സഹായിക്കുമോ എന്ന് വലിയൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ ക്വാഡ് ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ ഒരു മീറ്റിംഗിൻ്റെ പ്രസക്തിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. സോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നേരിട്ട് ജപ്പാനിലോട്ട് ചെന്നിട്ടുണ്ട്. സോ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ പ്ലസ് പുതിയ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജയിച്ചിരിക്കുന്ന ആന്റോണി ആൽബനസ് എന്ന് പറയുന്ന വ്യക്തിയെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. സോ ജോ ബൈഡൻ ഈ ഒരു മീറ്റിംഗിൽ സുപ്രധാനമായ പല കാര്യങ്ങളും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ പറ്റിയിട്ട് അമേരിക്കയ്ക്ക് വലിയൊരു അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റിയും ഡിസ്കസ് ചെയ്യുമെന്നും അമേരിക്ക മേ ബി യുക്രൈൻ്റെ മേൽ നടപ്പായിക്കൊണ്ടിരിക്കുന്ന റഷ്യൻ അധിനിവേശത്തെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോട് ബ്രീഫ് ചെയ്യുമെന്ന കാര്യത്തെപ്പറ്റിയും അറിയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പോയിരിക്കുന്നത് റഷ്യയുടെയും യുക്രൈൻ്റെയും പ്രശ്നത്തെ പറ്റി മാത്രം കേൾക്കാനല്ല, മറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യക്ക് വന്നിരിക്കുന്ന ഒരു പ്രശ്നം സാമ്പത്തിക മാന്ദ്യം പ്ലസ് ഇന്ത്യൻ ഫോറിൻ റിസർവ് കുറഞ്ഞു വരുന്നു എന്ന് പറയുന്ന കാര്യം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പല ഇൻവെസ്റ്റേഴ്സും വിദേശ രാജ്യങ്ങളിലെ ഇൻവെസ്റ്റേഴ്സും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു കാര്യമെല്ലാം തന്നെ ഇന്ത്യക്ക് വലിയ പ്രശ്നമാണ്. നമ്മൾ പെട്രോളിൻ്റെ ഒരു വില കുറയുന്നതിനെ പറ്റിയുള്ള വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. സോ അങ്ങനെ വരുമ്പോൾ അത് മറികടക്കാനായിട്ട് ഇന്ത്യ ജപ്പാനിലെ 40ഓളം വരുന്ന സിഇഒമാരുമായിട്ട് സംസാരിക്കാനായിട്ട് പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. സോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അടുത്തൊരു 40 മണിക്കൂർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഒരു 40 മണിക്കൂറിലായിട്ട് 23ഓളം വരുന്ന വ്യത്യസ്ത ഈവൻറ്റിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അതിൽ വ്യത്യസ്ത നേതാക്കന്മാരുമായിട്ടും വ്യത്യസ്ത കമ്പനികളുടെ സിഇഒമാരുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നും ആ ചർച്ചകളിൽ ഇന്ത്യയിലോട്ട് കൂടുതൽ ജപ്പാനീസ് കമ്പനീസിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുമെന്ന കാര്യത്തെപ്പറ്റിയും അറിയുന്നുണ്ട്. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിക്ക് കൂടുതലായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവും പ്ലസ് സപ്പോർട്ടിങ് നൽകുന്നുണ്ട്. സോ അതിന് കൂടുതൽ സപ്പോർട്ട് വേണമെങ്കിൽ പല വിദേശ കമ്പനീസും ഇന്ത്യയിലോട്ട് വരേണ്ടതുണ്ട്. എന്നാൽ മാത്രം അത് കൂടുതലായിട്ട് ഇന്ത്യക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഉറപ്പാക്കാനുള്ള നീക്കമായിട്ടാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ ഈ ഒരു സന്ദർശനത്തിൻ്റെ മറ്റൊരു വശമെന്ന് കൂടെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് കോഡ് മീറ്റിംഗ് മാത്രമല്ലാതെ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ കോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇതിൽ വന്നേക്കാം. അതായത് ഈ ഇന്തോ പസഫിക് മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് ഓൾമോസ്റ്റ് ഒരു 99% വരുന്ന ഇല്ലീഗൽ ഫിഷിംഗ് നടപ്പാക്കുന്നത് ചൈന എന്ന് പറയുന്ന രാജ്യം മാത്രമാണെന്നാണ് പല കണക്കുകളും സൂചിപ്പിക്കുന്നത്. ഇവിടെ മാത്രമല്ല, അർജന്റീനയിൽ ലാറ്റിൻ അമേരിക്കയിൽ പോയിട്ടും ഇല്ലീഗൽ ഫിഷിംഗ് ചൈന നടപ്പാക്കുന്നുണ്ട്. സോ ചൈന ഈ കടലിലുള്ള ധാതു സമ്പത്ത് മുഴുവനും അവർക്ക് മാത്രം വേണമെന്ന് പറയുന്ന ഒരു വാശി പിടിച്ച് അതിനുവേണ്ടി നീക്കം നടപ്പാക്കാൻ തടയാനായിട്ട് ഈ കോഡ് ഗ്രൂപ്പിലെ അംഗങ്ങളായിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഇതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ഈ ഭാഗത്തുള്ള ഈ ഫിഷിംഗ് വെസൽസിനെയും ബാക്കിയുള്ള ഇല്ലീഗലായിട്ട് ഫിഷിംഗ് നടപ്പാക്കുന്ന വെസൽസിനെയും ഷിപ്പിനെയൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഘടിപ്പിക്കാനായിട്ട് അതിനെ വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓൾറെഡി ഈ ഫിഷുകൾ ഈ ഒരു ഷിപ്പുകൾ പാസ് ചെയ്യുമ്പോൾ ആ ഷിപ്പിൽ നിന്ന് വരുന്ന ഡാറ്റ, ഏത് ഷിപ്പാണ് പോയത്, ഈ ഡാറ്റ എല്ലാം തന്നെ പല പോർട്ടുകളും കളക്ട് ചെയ്യും. സോ അങ്ങനെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ കൂടെ കടന്നു പോകുന്ന ഷിപ്പുകളുടെ ഇല്ലീഗൽ പ്രസൻസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് IFC എന്ന് പറയുന്ന ഇൻഫോർമേഷൻ ഫ്യൂഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്റർ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെൻറ്റർ വഴി ഇന്ത്യക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന വെസൽസിനെ പറ്റിയെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. സോ ഇവിടെയുള്ള ഈ ഒരു സെൻറ്ററും പ്ലസ് സിംഗപ്പൂരിലെ സെൻറ്ററും അതുകൂടാതെ ബാക്കിയുള്ള ഈ കോഡ് കൺട്രീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കോഡിലോട്ട് അംഗമായി ചേരാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അവർക്ക് കിട്ടുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലീഗൽ ഫിഷിങ്ങിനെ മോണിറ്റർ ചെയ്യാനായിട്ടും അതിനെ കൺട്രോൾ ആയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് ഇന്ത്യയും ജപ്പാനും അമേരിക്കയും ഓസ്ട്രേലിയയും ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു ഇത് ഏറ്റവും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് ആഗ്രഹമുള്ളത് ജപ്പാനിനാണ്. കാരണം അവരുടെ ഈ നോർത്ത് സൈഡെല്ലാമായിട്ട് കൂടുതൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചൈന നടപ്പാക്കുന്നു പറഞ്ഞിട്ട് പല ക്ലെയിമുകളും ജപ്പാൻ വെച്ചതാണ്. സോ ജപ്പാന് ഇപ്പോഴും സിറ്റുവേഷനിൽ കോഡിൻ്റെ ഒരു ഹെൽപ്പ് അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. അതുകൂടാതെ കോഡിലുള്ള ഈ കൺട്രീസിൻ്റെ നേവിയെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റിയും അതിൽ പരസ്പരം സഹകരിക്കുന്ന കാര്യത്തെപ്പറ്റിയും ഇതിന് മുമ്പ് തന്നെ ഒരു വാർത്ത വന്നിരുന്നു. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ സംസാരിച്ചിരുന്നു. ഇന്ത്യയുടെ INS വിക്രാന്തിൽ പോലും അമേരിക്കയുടെ F-18 സൂപ്പർ ഹോർനെറ്റ് എന്ന് പറയുന്ന യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യത്തെപ്പറ്റിയും പ്ലസ് അമേരിക്കയുടെ ഈ MH-60 എന്ന് പറയുന്ന ഹെലികോപ്റ്റേഴ്സ് എല്ലാം തന്നെ ഇന്ത്യ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും അതിൻ്റെ ഒരു സൂചന തന്നെയാണ്. സോ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളും ഇവിടെ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു നേട്ടങ്ങൾ സ്വന്തമാക്കാനായിട്ട് ഇന്ത്യയെ എന്തുകൊണ്ട് അമേരിക്ക കൂടെ നിർത്തണമെന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിന് കൂടുതൽ പ്രസിദ്ധി ആർജിക്കുന്നുണ്ട്. കാരണം അമേരിക്ക ഇന്ത്യയെ കൂടെ നിർത്തുന്നത് ചൈന എന്ന് പറയുന്ന ആ ഒരു ഭീമനെ താഴെ വീഴ്ത്താൻ തന്നെയാണ്. സോ അതിനായിട്ട് ഇന്ന് ഇന്ത്യയെ കൂടുതൽ സഹായിക്കുകയും പ്ലസ് ഇന്ത്യക്ക് അതിന് വേണ്ടിയുള്ള എന്തെല്ലാം സ്റ്റാർട്ടിംഗ് ഇനിഷ്യേറ്റീവ് നൽകാൻ സാധിക്കുമോ അതെല്ലാം നൽകാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. ഈ $500 മില്യൺ ഒരു ഗ്രാൻഡ് അമേരിക്ക നൽകുന്നു എന്ന കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ സൂചിപ്പിച്ചിരുന്നു. സോ ആ ഒരു കാര്യം ഇതിൽ കണക്ട് ചെയ്താൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോ പറയാൻ വെച്ചത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എന്തെല്ലാമാണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.